നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗോവിന്ദചാമിയുടെ നിർണായക മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഈ ജയിലിനുള്ളിലെ ലഹരി സുലഭമെന്നാണ് ഗോവിന്ദചാമി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഫോൺ വിളിക്കാൻ സൗകര്യമുണ്ട് എന്നും ലഹരി വിതരണക്കാരുടെ വിവരങ്ങളും പോലീസിന് നൽകിയിട്ടുണ്ട് ഗോവിന്ദചാമി. ആരുടെ സഹായം തനിക്ക് ജയിൽ ചാടാൻ കിട്ടിയിട്ടില്ല എന്നാണ് ഗോവിന്ദചാമി പറയുന്നത്. എന്തായാലും ഈ ജയിലിനുള്ളിൽ എങ്ങനെ ലഹരി കിട്ടുന്നു എന്ന നിർണായകമായ ഗൗരവകരമായ ചോദ്യത്തിലേക്ക് ഈ ഗോവിന്ദചാമിയുടെ മൊഴി ആ ഒരു ചോദ്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. സെൻട്രൽ ജയിലിൽ നിന്ന് തടവ് ചാടിയ ഗോവിന്ദചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി കനത്ത സുരക്ഷയിലായിരുന്നു വിയ്യൂരിലേക്ക് ഗോവിന്ദചാമിയെ മാറ്റിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ആദ്യ 2 മതിലുകൾ ചാടിക്കഴിഞ്ഞ് ഏറ്റവും പുറത്തെ 3ാമത്തെ കൂറ്റമതിൽ കണ്ടപ്പോൾ ജയിലിലേക്ക് തിരികെ കയറാൻ ആലോചിച്ചിരുന്നു. പക്ഷേ മുന്നോട്ട് പോവുകയായിരുന്നു എന്നാണ് ഗോവിന്ദചാമി മൊഴി നൽകിയിരിക്കുന്നത്. ജയിൽ ചാടിയാൽ 6 മാസത്തെ തടവ് ശിക്ഷ മാത്രമേ കിട്ടൂ. അത് തടവുകാരൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിൽ ജയിൽ ചാടിയാൽ 6 മാസത്തെ തടവ് ശിക്ഷ കിട്ടുമെന്ന്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് ചാടുകയായിരുന്നു എന്നാണ് ഗോവിന്ദചാമി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. കയ്യിൽ കരുതിയിരുന്ന ഒരു അരം ഉപയോഗിച്ച് ഇരുമ്പ് തകിടിൽ സ്വയം നിർമ്മിച്ച പല്ലുകളുള്ള ബ്ലേഡാണ് അഴികൾ മുറിക്കാൻ ഉപയോഗിച്ചതെന്ന് ഗോവിന്ദചാമി പറയുന്നു. 3 മാസത്തോളം സമയമെടുത്താണ് അഴി മുറിച്ചതെന്നും ഗോവിന്ദചാമി പ്രതികരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ രൂക്ഷമായ വിമർശനമാണ് സർക്കാരിന് മേൽ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന് മേൽ വന്നിരിക്കുന്നത്. കാരണം സിസ്റ്റം മുഴുവൻ തകർന്നു കിടക്കുന്ന സാഹചര്യം. ഇപ്പോൾ നമ്മൾ ഈ ജയിൽ വകുപ്പും, അതായത് ആഭ്യന്തര വകുപ്പിലും ഇത്തരത്തിൽ വലിയൊരു പിഴവ് സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ജയിൽ ചാടിയിരിക്കുന്നത് ഒരു കൊലക്കേസ് പ്രതി, അതുപോലെ തന്നെ പീഡനക്കേസ് പ്രതി, ആ ഒരു പ്രതിയാണ് ജയിൽ ചാടി. ഇത്രയും ക്രൂരനായ ഒരു പ്രതി ജയിലിൽ നിന്നും ചാടി പുറത്തേക്ക് ഇറങ്ങി എന്നത് സിസ്റ്റത്തിന്റെ ഒരു പിടിപ്പുകേടിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുതൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയരുന്നത്. മതിൽ ചാടുമ്പോൾ വസ്ത്രങ്ങൾ ഇരുമ്പ് കമ്പിയിൽ ചുറ്റി വൈദ്യുതി വേലിയിൽ പലവട്ടം തൊട്ട് വൈദ്യുതി പ്രവാഹമില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു ഗോവിന്ദചാമി. അതിവിദഗ്ധമായിട്ടാണ് ഇയാൾ ജയിൽ ചാടിയിരിക്കുന്നത്. ഇതിൽ നിന്നുമെല്ലാം വ്യക്തം. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി തമിഴ്നാട്ടിലേക്ക് കടക്കുക, ഇതായിരുന്നു ഗോവിന്ദചാമിയുടെ പദ്ധതി. ഒരു ഓട്ടോ ഡ്രൈവറോട് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ചോദിച്ചു. പക്ഷെ അയാൾ കാട്ടിയ വഴി അല്പം നടന്നപ്പോൾ വഴി തെറ്റിപ്പോയി. ഓട്ടോറിക്ഷ പിടിക്കാൻ കയ്യിൽ പണമില്ല. ഒരു 3/4 മണിക്കൂർ നടന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ എത്താമായിരുന്നെങ്കിലും വഴി തെറ്റിയത് കാരണമാണ് സമയം പോയത് എന്നാണ് ഗോവിന്ദചാമി പറയുന്നത്. പിന്നീട് ഒരു ചായക്കടക്കാരനോട് വഴി ചോദിച്ചു. റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. അപ്പോഴേക്ക് നേരം വെളുത്തു. ഇടയ്ക്കൊരു ബൈക്ക് യാത്രക്കാരനോടും വഴി ചോദിച്ചു. അയാൾക്ക് തോന്നിയ സംശയത്തിൽ നിന്നാണ് ഗോവിന്ദചാമി പിടിയിലാകുന്നത് എന്നാണ് ഇയാളുടെ മൊഴിയിൽ നിന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. തുണികൾ കൂട്ടിക്കെട്ടിയ വടത്തിലൂടെ താഴേക്കിറങ്ങുന്നതിന് 2 കാലും 1 കൈയും ഉപയോഗിച്ചതിനു പുറമെ വായ കൊണ്ട് വടത്തിൽ കടിച്ചു. മുൻപ് ഒപ്പമുണ്ടായിരുന്ന തടവുകാരനോട് ജയിൽ ചാട്ടത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു എന്നാണ് ഗോവിന്ദചാമി പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അയാൾക്ക് മാനസിക ദൗർബല്യമുണ്ട്, അതുകൊണ്ട് അയാൾ ഇത് പുറത്തു പറഞ്ഞില്ല. മാത്രമല്ല, അറസ്റ്റിലാകുമ്പോൾ 55 കിലോഗ്രാമായിരുന്നു ഗോവിന്ദചാമിയുടെ ഭാരം. 15 കിലോയിലേറെ ഭാരമാണ് ഗോവിന്ദചാമി കുറച്ചത്. തമിഴ്നാട്ടിലേക്ക് കടന്ന് മോഷണം നടത്തി ജീവിക്കുകയായിരുന്നു ലക്ഷ്യമെന്നാണ് ഗോവിന്ദചാമി പറഞ്ഞിരിക്കുന്നത്. പരോള് പോലും നൽകിയിട്ടില്ല. കടുത്ത അമർഷമാണ് അതിലുണ്ടായിരുന്നത്. തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിയുമ്പോൾ പോലീസിനെ കളിയാക്കി വീഡിയോ ചെയ്യാൻ വരെ ആലോചിച്ചിരുന്നു എന്നാണ് ഗോവിന്ദചാമി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഗോവിന്ദചാമിയുടെ അടവുകളും ഗോവിന്ദചാമിയുടെ പദ്ധതികളും ഒന്നും നടന്നില്ല. അതിനു മുന്നേ തന്നെ അന്വേഷണ സംഘം ഗോവിന്ദചാമിയെ പിടികൂടി. ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് ദുരൂഹവും അവിശ്വസനീയവുമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. ഗോവിന്ദചാമിക്ക് രക്ഷപ്പെടുന്നതിന് അകത്തു നിന്നും പുറത്തു നിന്നും സഹായം കിട്ടിയിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. സർക്കാരിന് വേണ്ടപ്പെട്ടവരാണ് ആ ജയിലിൽ കിടക്കുന്നവരെന്നും ഗോവിന്ദചാമിയും അവരുടെ പ്രിയപ്പെട്ടവരുടെ കൂടെയാണ് ഉണ്ടായതെന്നാണ് ഇപ്പോൾ മനസ്സിലായതെന്നും അദ്ദേഹം പറഞ്ഞു. അകത്തു നിന്നും പുറത്തു നിന്നും എല്ലാ പിന്തുണയും ഗോവിന്ദചാമിക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിൽ ക്രിമിനലുകളുടെ കൂടാണ്. അവർക്ക് കുടപിടിച്ചു കൊടുക്കുകയാണ് ഇവിടെ. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്കുൾപ്പെടെ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു. അവർക്ക് ഇഷ്ടം പോലെ പരോൾ, ഇഷ്ട ഭക്ഷണം, ഇഷ്ട മദ്യം, ലഹരി മരുന്ന് ഇതെല്ലാം കിട്ടുന്നു. മെനു പോലും അവരാണ് കൊടുക്കുന്നത്. ലഹരി മരുന്ന് കച്ചവടവും കൊട്ടേഷനും ജയിലിലിരുന്നാണ് അവർ നടത്തുന്നത്. ഏറ്റവും പുതിയ ഫോണുകളാണ് അവർ ഉപയോഗിക്കുന്നത്. ജയിലിലെ രാജാക്കന്മാരായി വാഴുന്നു. കണ്ണൂർ സെൻട്രൽ ജയിൽ ക്രിമിനലുകൾക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഗോവിന്ദചാമിയും ആ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടെന്ന് മനസ്സിലായി എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നാണ് ഗോവിന്ദചാമിയുടെ രക്ഷപ്പെടലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുകയുണ്ടായി. 5 മണിക്കാണ് ജയിൽ അധികൃതർ വിവരം അറിയുന്നത്. 7 മണിക്കാണ് പോലീസ് അറിഞ്ഞത്. അതോടെ രക്ഷപ്പെടാൻ ആവശ്യമായ സമയം ഗോവിന്ദചാമിക്ക് വിട്ടുകൊടുക്കുകയായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സഹായം കിട്ടാതെ ഗോവിന്ദചാമിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു.
ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ എത്ര ദിവസം കൊണ്ടാണ് ജയിലഴികൾ മുറിച്ച് പുറത്തു വരിക? ജയിലിൽ ഇത്ര നീളമുള്ള തുണി എങ്ങനെയാണ് ഇയാൾക്ക് കിട്ടിയത്? ഇത്തരം സാധനങ്ങളൊന്നും അന്തേവാസികൾക്ക് ലഭ്യമാകരുതെന്ന് ജയിൽ ചട്ടം പറയുമ്പോഴും ഗോവിന്ദചാമിക്ക് ആവശ്യമായ കയറും തുണിയും ഒക്കെ കിട്ടി. നാട്ടുകാരെ സഹായമില്ലായിരുന്നുവെങ്കിൽ പോലീസിന് ഇയാളെ പിടികൂടാൻ പോലും സാധിക്കുമായിരുന്നില്ല എന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. മതിൽ ചാടുമ്പോൾ പൊട്ടി നിലത്ത് വീഴാതിരിക്കാനായി ഗോവിന്ദചാമി എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്തി. അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി. ടാർസന്റെ സിനിമയിൽ പോലും കണ്ടിട്ടില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. പ്രതികളാണ് ആ ജയിൽ ഭരിക്കുന്നത്. മുൻപ് തന്നെ പ്രതിപക്ഷം ഇത് ആരോപിച്ചതാണ്. അതാണ് ഇപ്പോൾ ശരിയായി വന്നിരിക്കുന്നതെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. എന്തായാലും ഗോവിന്ദചാമിയെ പാർപ്പിക്കാൻ വിയ്യൂർ ജയിലിൽ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി. ഏകാന്ത സെല്ലിലാണ് പാർപ്പിക്കുക. 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള വിയ്യൂരിൽ നിലവിൽ 125 കൊടും കുറ്റവാളികൾ മാത്രമാണുള്ളത്. 4.2 മീറ്ററാണ് സെല്ലിന്റെ ഉയരം. ഫാനും കട്ടിലും CCTV ക്യാമറകളും സജ്ജമാണ്. സെല്ലിലുള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ സാധിക്കില്ല. ഭക്ഷണം കഴിക്കാൻ പോലും സെല്ലിന് പുറത്തേക്ക് ഇറക്കില്ല. സെല്ലിൽ ഇരുന്നു കൊണ്ട് തന്നെ കഴിക്കണം. എന്തായാലും ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത്. എന്തായാലും സംഭവിച്ചത് വലിയ രീതിയിലുള്ള ഗുരുതര വീഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു പ്രതി, ഒരു റേപ്പിസ്റ്റായ, ഒരു കൊലപാതകിയായ ഒരു പ്രതി ജയിൽ ചാടുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു പിഴവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നതാണ്. പക്ഷെ മണിക്കൂറുകൾക്കകം പ്രതിയെ പിടികൂടാനായത് തന്നെ എന്തുകൊണ്ടാണെന്ന് പ്രതിയുടെ മൊഴിയിൽ നിന്ന് തന്നെ മനസ്സിലായി. വഴി തെറ്റിപ്പോയി. വഴി തെറ്റിയില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മഷിയിട്ടാൽ പോലും പ്രതിയെ കിട്ടാനാകാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പ്രതിയുടെ ഒരു മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ പിടിക്കാനായി എന്തും ഏറ്റവും ആശ്വാസകരമായി മാറിയിരിക്കുകയാണ്. എന്തായാലും സിസ്റ്റം മുഴുവൻ തകർന്നു കിടക്കുകയാണ്, തരിപ്പണമായിരിക്കുകയാണെന്ന ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ ശക്തമാണ്. മാത്രമല്ല പാർട്ടിയുടെ സഹായം ഈ ഗോവിന്ദചാമിക്ക് കിട്ടിയോ എന്നതടക്കമുള്ള ഒരു സംശയമൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ഉയർന്നു തുടങ്ങി. അതായത് കഴിഞ്ഞ ദിവസം മുതൽ ആരോപണം ശക്തമാണ്. ഇത് കണ്ണൂർ സെൻട്രൽ ജയിലാണ്. അവിടെ അപ്പോൾ ഈ ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാൻ വേണ്ടി പാർട്ടി സഹായം കിട്ടി. അങ്ങനെ അത്തരത്തിലുള്ള ചില വിമർശനങ്ങളൊക്കെ നിലവിൽ ഉയരുന്നുണ്ട്. എന്തായാലും അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നത്, അത് എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്നതൊക്കെ ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ആരോപണം ശക്തമാകുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ സർവകലാശാല വിഷയം, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിലെ വിഷയം, അതെല്ലാം കടന്ന് ഇപ്പോൾ വിഷയം ആഭ്യന്തര വകുപ്പിൽ വരെ എത്തി നിൽക്കുകയാണ്. പല സിസ്റ്റങ്ങളും തകർന്നിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഇപ്പോൾ ശക്തമാവുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. യോഗത്തിൽ എന്തൊക്കെ നിർണായക തീരുമാനങ്ങളാണ് കൈക്കൊള്ളുക എന്നതും ഏറ്റവും വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.